ഹായ്. അപ്പോൾ 2026 തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞു. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഞാൻ 3 സിനിമകൾ കണ്ടു. അപ്പം അതിൽ എനിക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യണം എന്ന് തോന്നിയ സിനിമകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഒന്ന്, സോറി യുവർ വൈഫ് ഫ്രം ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു പടമാണ്. അതിനകത്ത് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരേ ജീവിതം ഒരേ രീതിയിൽ എത്ര പ്രാവശ്യം നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യും, അവരുടെ ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ എന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചിട്ട് നമ്മൾ ഉത്തരം ഉണ്ടായിരിക്കും. എനിക്കറിയത്തില്ല, എനിക്ക് ഒന്നിലധികം ജീവിതങ്ങൾ കിട്ടുകയാണ് വിത്ത് ഓൾഡ് മെമ്മറീസ്. പഴയ കാര്യങ്ങൾ മുഴുവൻ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ എൻ്റെ ചുറ്റും നടക്കുന്നവർക്കോ ബാക്കിയുള്ളവർക്കോ അതൊന്നും അറിയത്തില്ല. ഞാൻ ഓൾറെഡി ജീവിച്ച ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. എപ്പോഴും എനിക്ക് ആഗ്രഹം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് അതിലെന്തെങ്കിലുമൊക്കെ മാറ്റാനായിട്ടായിരിക്കും. ഇതിൽ സോറെ എന്ന് പറയുന്ന വൈഫ് ഫ്യൂച്ചറിൽ നിന്നാണ് വരുന്നതെന്ന് തെളിയിക്കാൻ ഹസ്ബൻഡിനോട്, നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയും, അതെല്ലാം നിങ്ങൾ അനുസരിക്കണം എന്ന് പറയാനും വേണ്ടി 10,000-ഓളം ജന്മങ്ങൾ ജനിക്കുക, വീണ്ടും 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 ഹസ്ബൻഡ് അതേ തെറ്റുകളൊക്കെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. എന്നിട്ടും അവരത് ഒരിക്കലും അതിൽ നിന്ന് പിന്മാറുന്നില്ല. അവർ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചോദിക്കുന്നൊരു രംഗമുണ്ട്, സിറ്റുവേഷൻസ് ഒന്നും മാറത്തില്ലായിരിക്കും, പക്ഷെ മനുഷ്യർക്ക് മാറിക്കൂടെ, മനുഷ്യർ മാറുമോ? അപ്പം അതിൻ്റെ ഉത്തരം യെസ് എന്നാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് അവർ വീണ്ടും 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 ജനിച്ചു. എത്ര തവണ നമ്മൾ ട്രൈ ചെയ്യും, അതിനെ പറ്റി അതെന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത പോയി എന്ന് തന്നെ എനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയ സിനിമയാണ്. കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ കേട്ടോ, നല്ലൊരു പടമാണ്. അതിൻ്റെ ക്ലൈമാക്സിൽ ചില കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നുണ്ട്. ഒരു സ്പോയിലർ അലേർട്ടാണ്. കാണുന്നവരുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വീഡിയോ വേണ്ട, കാണത്തില്ല, കാണാൻ സാധ്യത കുറവാണ് എന്നുണ്ടെങ്കിൽ കാണും. അപ്പം അതിൻ്റെ അവസാന ഭാഗമാകുമ്പോൾ തെളിയുന്നൊരു കാര്യമുണ്ട്. ഈ ഭാര്യ ഈ ഒരു സിറ്റുവേഷനിലേക്ക് അവർ സ്വയം ചൂസ് ചെയ്താണ് വരുന്നത്. അതിനുവേണ്ടി അവർ മെനക്കെട്ട് അതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയാണ് ആ ഒരു പൊസിഷനിലേക്ക് അവരെത്തുന്നത്. അവർ എത്ര തവണ മരിച്ചാലും വീണ്ടും ഭർത്താവിൻ്റെ കൂടെ ഉണരുന്ന ഒരു സിറ്റുവേഷനിലേക്ക്. ഏറ്റവും അവസാനം അവർ ജനിക്കുന്നതും മരിക്കുന്നതും ഒരുമിച്ചാവുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർ പറയുന്നത്, ഇനി എത്ര ജന്മങ്ങളുണ്ടെങ്കിലും ഞാനായിരിക്കും നിങ്ങളുടെ വൈഫ്. ഐ ആം ദ വൈഫ് ഫോർ എവർ ആൻഡ് സോറി യുവർ വൈഫ് ഫോർ എവർ. ഫ്രം ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് ഫോർ എവർ എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു. അതിനുശേഷം അയാൾ ജനിക്കുമ്പോൾ വൈഫിനെ കാണുന്നില്ല. പക്ഷെ ആ സിറ്റുവേഷനിൽ അവളുടെ സ്നേഹം അയാളെ ഒരുപാട് മാറ്റിക്കഴിഞ്ഞിരുന്നു. അവൾ എന്താണോ അയാളോട് പറയാൻ ആഗ്രഹിച്ചിരുന്നത് അതൊക്കെ അയാളിലേക്ക് താനേ വരും. അയാൾ ആ ജീവിതം കൊണ്ടൊന്നും ജീവിച്ചിട്ടില്ല, അയാൾക്ക് അതിൻ്റെ മെമ്മറീസ് ഒന്നുമില്ല. പക്ഷേ ആ സ്നേഹം അയാളെ ഹോൾഡ് ചെയ്യുകയും അവൾ ആഗ്രഹിച്ച പോലെ അയാൾ ആവുകയും പിന്നീട് അയാൾ അവളെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അവൾക്ക് ഓർമ്മയില്ല. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമയായിട്ട് തോന്നി. കണ്ടിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.